ആദ്യമേ എല്ലാവർക്കും നമസ്കാരം. പ്രമോദ് നമ്പ്യാർസ് വ്യൂ എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ഇവിടെ ചെയ്യുന്ന വീഡിയോ ലാവലിയർ മൈക്രോഫോണിനെ കുറിച്ചാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മൈക്ക് ലാവലിയർ കമ്പനിയുടെ മൈക്രോഫോണാണ്. പ്രസ്തുത മൈക്രോഫോണിൻ്റെ പറ്റിയുള്ള വീഡിയോ ആണ് ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അനുഭവങ്ങളും ഇതോടൊപ്പം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ലാവലിയർ മൈക്രോഫോൺ. അതിനോട് തൊട്ടടുത്തിരിക്കുന്നതാണ് അതിൻ്റെ ക്ലിപ്പ്. നമുക്ക് ഷട്ടിൽ അതുപോലെ മറ്റുള്ള വസ്ത്രങ്ങളൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അടുത്തതായി കാണുന്നത് അതിൻ്റെ മൊബൈൽ ഫോണിൽ ഇൻസേർട്ട് ചെയ്യേണ്ട പിന്നാണ്. ഇത് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ ആരംഭിക്കുന്നത്. എല്ലാവരും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ലാവലിയർ മൈക്രോഫോണിന് കേബിൾ ഏകദേശം 1.70 മീറ്ററാണ് നീളമുള്ളത്. മോശമല്ലാത്ത വിധം റെക്കോർഡ് ചെയ്യുന്നതിനെ കൊണ്ട് കഴിയുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മൈക്രോഫോൺ ഇവിടെ ക്ലിപ്പ് ചെയ്യുമ്പോൾ ബോഡിയിൽ ഉള്ള ക്ലോത്തിലധികം ഒരയാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചെറിയൊരു കാര്യം. കുറച്ച് തള്ളി നിൽക്കുന്ന വിധത്തിൽ ഇത് ക്ലിപ്പ് ചെയ്യുക. അപ്പോൾ വോയിസ് നല്ലവണ്ണം അത് ക്യാപ്ചർ ചെയ്യാൻ ഉപകരിക്കും. നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മുറിയിൽ ഫാൻ ഉപയോഗിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അഥവാ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ സ്പീഡ് വളരെ കുറച്ചിടുക. അതുപോലെ തന്നെ ഫാനിൻ്റെ ചുവട്ടിൽ നിന്നും ചെറിയൊരു അകലം പാലിച്ച് വോയിസ് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഫാൻ ഫുൾ സ്പീഡിൽ ഇടുകയാണെങ്കിൽ നമ്മുടെ റെക്കോർഡ് ചെയ്യുന്ന വോയിസിന് ഡിസ്റ്റർബൻസ് വരാനുള്ള ചാൻസ് വളരെയധികമുണ്ട്. അത് നമ്മുടെ സൗണ്ട് ക്വാളിറ്റിയെ ബാധിക്കും. ആയതുകൊണ്ട് നമ്മുടെ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ കഴിയുന്നതും വലിയ വലിപ്പമില്ലാത്ത റൂമിൽ നിന്നും ചെയ്യുന്നതായിരിക്കും ഒരു പരിധി വരെയും നല്ലത്. വലിയ ഹാൾ പോലുള്ള സ്ഥലങ്ങളാകുമ്പോൾ എക്കോ വരാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല പ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളായാൽ കുറച്ചുകൂടി നല്ലത്. വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഉണ്ടാകും. സൗണ്ട് അതുപോലെ തന്നെ ക്ലിയറായി നമുക്ക് ലഭിക്കുവാനും ഈ കുറച്ച് ഇടുങ്ങിയ പ്ലേസ് നമുക്ക് ഉപകരിക്കും. നമ്മുടെ ഒരു വീഡിയോയിൽ മൈക്രോഫോണിന് വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട്. കാരണം നമ്മുടെ ശബ്ദത്തെ ക്ലാരിറ്റിയോടുകൂടി രേഖപ്പെടുത്തുവാൻ സഹായിക്കുന്നത് മൈക്രോഫോണാണ്. അതുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. നമ്മുടെ മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഞാൻ എന്ത് നേടുമ്പോഴും അതിൽ വഴി കാണിച്ചു തരുന്ന ആരോ ഒരാൾ മുന്നിലുണ്ടെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. ശരിയാണ്. നമ്മുടെ മൈക്രോഫോണിനെ ആ സ്ഥാനത്ത് കാണണം. കാരണം ഇത് നമ്മുടെ ശബ്ദത്തെ ലോകത്തിൽ എല്ലായ്ക്കിലും എത്തിക്കുന്നത്, എല്ലാ പ്രേക്ഷകരിലും എത്തിക്കുന്നത് നമ്മുടെ മൈക്രോഫോണാണ്. അപ്പോൾ അതിനതിൻ്റെതായ പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ വോയിസ് റെക്കോർഡിംഗ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഏത് വീഡിയോകൾക്കും. അത് വോയിസ് ഓവർ ചെയ്യുന്ന യൂട്യൂബ് വീഡിയോകൾക്കും അതും പ്രധാന ഘടകം തന്നെയാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യണം. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബും ചെയ്യണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമസ്കാരം.